ഈ ദേഹം, ഇതിൻ്റെ ശരീരം ഇതിനില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു ദേഹത്ത് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമ്മൾ കരുതും നമ്മുടെ ജീവിതം മുഴുവനും ഇവൻ്റെ കൺട്രോളിലാണെന്ന്. അങ്ങനെയല്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പിശാച് നമ്മുടെ കഴുത്തിനിങ്ങനെ പിടിച്ച് നമ്മളെ ഞെരുക്കി വെച്ചിരിക്കുക. നോ, അരൂപികൾ, ഡീമൺസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവഛായയിലും സാദൃശ്യത്തിലുമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിൽ പൂർണ്ണമായ കൈകടത്താൻ അധികാരമില്ല പിശാചുക്കൾക്ക്. 2, നമ്മൾ അവൻ്റെ മാമോദീസാ മുദ്ര നെറുകയിലിട്ട ദൈവത്തിൻ്റെ ചോര, ഈശോയുടെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ മേൽ അവന് ജീവൻ്റെ മേൽ സ്വാധീനം, പൂർണ്ണ സ്വാധീനമില്ല. എന്നാൽ ശ്രദ്ധിക്കണം, നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയാത്ത ഏറിയകളുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ ആത്മശക്തി വെളിപ്പെടുത്താത്ത മേഖലകളുണ്ട്. അവിടെ അവൻ കയറിക്കൂടും. എപ്പോൾ? ഇൻ യുവർ വീക്കസ്റ്റ് മൊമെൻറ്റ്. ഭൂമിയിലെ നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ അവൻ കയറിക്കൂടും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾക്ക് ഭയങ്കരമായ ഭയം കയറിക്കൂടി, ഭയത്തിൻ്റെ രൂപി. സംഭവിച്ചത് ഇതാണ്: ആശുപത്രിയിൽ മരുന്നുകൾ കുത്തി സെഡേറ്റീവായി ആശുപത്രിയുടെ ICUവിൽ കിടന്ന് എല്ലാ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ബലമെല്ലാം പോയപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിൽ കണ്ണു തുറന്നപ്പോൾ ആരും കാണാനില്ല. ആ വീക്കസ്റ്റ് മൊമെൻറ്റിൽ ഭയം എന്ന രൂപി കയറിക്കൂടി. സ്ത്രീകളിലാണ് പലപ്പോഴും ഈ ഭയത്തിൻ്റെ അരൂപികൾ ഒത്തിരി കൂടാൻ സാധ്യത. അതുകൊണ്ടായിരിക്കാം പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഹല്ലേലൂയ. സ്ത്രീകളോടാണ് പറയുക. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ സാറായുടെ മക്കൾ, വിശ്വാസത്തിൻ്റെ മക്കളാകും.